ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. ആ രാജിയല്ലാതെ മറ്റൊരു പ്രതിസന്ധിയില്ല എന്ന രീതിയിൽ സമരം മുന്നോട്ട് പോകുമ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ രാജിവെച്ചിരിക്കുകയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര സർക്കാർ പാർട്ടികളുടെ സമരത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി പദവിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. അല്പനിമിഷം മുമ്പാണ് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചിരുന്നത്. മൂന്നാം ഘട്ട ചർച്ചയ്ക്ക് മുമ്പായി ഇനി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരു ആവശ്യം തങ്ങൾക്കില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്തണമെങ്കിൽ അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വെച്ചതിന് ശേഷം മാത്രം ഇനിയുള്ള ചർച്ച എന്നുള്ള വിഷയത്തിൽ മാത്രമായിരുന്നു CJP ഉറച്ചു നിന്നിരുന്നത്. ഈ ചർച്ചയ്ക്ക് ഇനി കേവലം 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ 2:30 കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഇന്നലെ മന്ത്രിമാർ ഉറപ്പു നൽകിയതാണ്. അങ്ങനെ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും അതേപോലെ തന്നെ മറ്റു മന്ത്രിമാരും അടങ്ങുന്ന ഒരു സംഘമാണ് ഇന്നലെ ചർച്ച നടത്തിയത്. ഈ ചർച്ച നടത്തിയതിനു ശേഷം ഈ CJPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഈ ചർച്ചയിൽ കൃത്യമായി അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരോട് ഇവർ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത്. കാര്യം CJP നേതാവായിട്ടുള്ള അഭിജിത് ദീപ്കെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇനിയിപ്പോൾ അത് ധർമ്മേന്ദ്ര പ്രധാൻ അല്ല രാജിവെക്കുന്നതെങ്കിൽ, രാജിവെക്കാതെ അദ്ദേഹം നീണ്ടുപോവുകയാണെങ്കിൽ അടുത്ത രാജി ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത് നരേന്ദ്രമോദിയുടേതായിരിക്കും എന്നുള്ള ഒരു അന്ത്യശാസനം നൽകിയിരുന്നത്. ആ അന്ത്യശാസനം ഇപ്പോൾ ഏറ്റു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇന്നലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം കേവലം ഇവിടെ മാത്രമല്ല, ഡൽഹിയിൽ മാത്രമല്ല, അഹമ്മദാബാദിലും പ്രക്ഷോഭങ്ങൾ നിരവധി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരുകയാണ്. ബീഹാറിൽ പ്രക്ഷോഭം ഉണ്ടായിരിക്കുകയാണ്. അവിടെ പോലീസിന് കണ്ണീർവാതകം പ്രയോഗിക്കേണ്ടി വന്നു. ഡൽഹിയിൽ കണ്ണീർവാതകം പ്രയോഗിക്കേണ്ടി വന്നു. അലഹബാദിലെ റാലിയും വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇനി സംഘർഷം ഇനി മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ, അതായത് നാളെ ഇതിനകം തന്നെ അടുത്ത ഘട്ടം സമരം CJP പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സമരവുമായി മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ ഇനി കീഴടങ്ങുകയല്ലാതെ വേറെ ഒരു മാർഗവും മുന്നിലില്ല എന്നുള്ളൊരു വ്യക്തമായിരിക്കുകയാണ്. കാര്യം അവസാന നിമിഷം വരെ ഈ രാജിവെക്കാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നത്. പക്ഷേ ഇനി സോനം വാങ്ചുക്ക് രാജിവെക്കുന്ന കാര്യം പരിഗണിക്കണം എന്നതിലേക്ക് കാര്യം ഒടുവിൽ എത്തിയിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ സോനം വാങ്ചുക്കിനെ പോലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, അതിനെ പല MPമാരും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയാണ് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ. അല്ലാത്തൊരു പക്ഷം ഇനിയൊരു ചർച്ചയെ വേണ്ട എന്ന് തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ രാജ്യത്ത് ഉയർന്നു വന്ന യുവജന പ്രക്ഷോഭത്തിന്റെ മുന്നിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ്.